വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 31ാം ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂർ വയലാലിലെ വീട്ടുവളപ്പിൽ അനുസ്മരണ സമ്മേളനം നടന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഷീറിന്റെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ജനുവരിയിൽ ബേപ്പൂരിൽ ബഷീർ ഉത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാഹിത്യ ലോകത്ത് നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥകൾ തിരുത്തിക്കുറിച്ച രചനകളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേത് എന്നുള്ളത് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. തൻ്റേതായ ശൈലി, തൻ്റേത് മാത്രമായ വാക്കുകൾ, പ്രയോഗങ്ങൾ, അവ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏത് സാധാരണക്കാരനും ഏത് പ്രായക്കാരനും ആസ്വദിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്കാണുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം ഗഹനമായ ജീവിത നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാകാവ്യങ്ങൾ, അതാണ് ബഷീറിന്റെ രചനകളുടെ പ്രത്യേകത. തലമുറ ഭേദമില്ലാതെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലാണ് ബാല്യകാലസഖി. അതിൻ്റെ അവതാരികയിൽ ശ്രീ MP പോൾ എഴുതിയ വരികൾ ഞാൻ ആവർത്തിക്കുന്നു. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും വലിച്ചു കയറിയ ഒരു ഏടാണ്. അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഈ വരികളിൽ തന്നെ ബാല്യകാലസഖിയുടെ സംക്ഷിപ്ത രൂപമുണ്ട്. ബഷീറിന്റെ എല്ലാ കൃതികൾക്കും ഇത് ബാധകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. സൂഫിയായും മാന്ത്രികനായും ഹോട്ടൽ തൊഴിലാളിയായും സഞ്ചാരിയായും പല വേഷങ്ങൾ ജീവിതത്തിൽ അണിഞ്ഞയാളാണ് ബഷീർ. ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങൾ മുതൽ ഹിമാലയ പർവ്വതം വരെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഗ്രാമഭൂമികളിലും സഞ്ചരിച്ച ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ PK പാറക്കടവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. DC രവി, K ദാസ്, അനീസ് ബഷീർ, നസീം മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു.